അനുമോളുടെ ഈ ഫാമിലി ഫോട്ടോയില് അച്ഛൻ കയറി ഇങ്ങനെ നടുക്ക് കാലും വെച്ചിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നു. ഒരു പിതൃമേധാവിത്വത്തിന്റെ അടയാളമായിട്ടല്ലേ ഈ കാണിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു ആവശ്യമുണ്ട്. ഒരു ഫാമിലി ഫംഗ്ഷൻ നടക്കുമ്പം സാധാരണ എല്ലാവരും ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആണ് എടുക്കാറുള്ളത്. പിന്നെ ഈ അനുമോളെ പോലുള്ളവർക്കൊന്നും അറിയത്തില്ലല്ലോ പാട്രിയാർക്കി എന്താണ്, അത് സമൂഹത്തിന് കേടാണെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അനുമോൾക്ക് അറിയത്തില്ല. അനുമോൾക്ക് കുറച്ച് കരഞ്ഞു മെഴുകി എങ്ങനെയും കുറച്ച് ഫെയിം ഉണ്ടാക്കുക, കുറച്ച് പൈസ ഉണ്ടാക്കുക എന്നൊക്കെയുള്ള കാര്യമാണ്. ഇപ്പം വിവരമില്ലാത്ത ആൾക്കാരാണ്, ബുദ്ധിമോശമാണ്. അപ്പം ജസ്റ്റ് വിട്ടേക്കാണ്. പൊന്നു ബ്രോ, വൈറലാവാൻ എന്തെല്ലാം വഴികളുണ്ട്. അതില് ഇതുപോലുള്ള ചാക്ലി ചൂക്ലി കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ബ്രോ? എന്തായാലും ഈ ബ്രോന്റെ പേരൊന്നും എനിക്ക് അറിയാൻ പാടില്ല. ഈ ബ്രോയുടെ അണ്ണാക്കിൽ അടിച്ചു കൊടുത്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ അനുമോൾ ഇവനിട്ട വീഡിയോയ്ക്ക് വന്ന് നല്ലൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. ഇവന്റെ തന്തയ്ക്ക് തന്നെ പറഞ്ഞിരിക്കുകയാണ് അനുമോൾ. ആ കമന്റ് ഞാൻ ജസ്റ്റ് ഇവിടെ നിന്ന് കാണിക്കാം. ഇവനിട്ട പോസ്റ്റില് അനുമോൾ ഇട്ടിരിക്കുന്ന കമന്റ് ഇതാണ്: എന്റെ അച്ഛനല്ലേ ഇരിക്കുന്നത്, നിന്റെ അച്ഛനൊന്നുമല്ലല്ലോ കയറിയിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു പറയാതെ പറഞ്ഞുകൊണ്ട് ഒരു തന്തയ്ക്ക് വിളി നടത്തിയിരിക്കുകയാണ് നമ്മുടെ അനുമോൾ. ഓക്കെ, അപ്പോ എന്തായാലും കൊള്ളാം സുഹൃത്തുക്കളെ. ശരിക്കും എന്താ ഇവൻ ഈ പറയുന്നത്, ഇന്നത്തെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ ഈ രീതിയിലുള്ള ചിന്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ടോന്നാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ തോന്നുന്നത്. നമ്മള് സിനിമകളിലടക്കം ഇതുപോലുള്ള കുറെ ഷോർട്സുകളും കാര്യങ്ങളൊക്കെ കാണുന്നതാണ്. ഓക്കെ, ഇത് ഈ രീതിയിൽ ഇരിക്കുന്നതും ഈ രീതിയിൽ കാലും കയറ്റി വെച്ച് ഒരു പ്രമാണിയായിട്ട് മൂത്തൊരാൾ ഇരിക്കുന്നു, ചുറ്റും ബാക്കിയുള്ളവർ നിൽക്കുന്ന രീതിയിലൊക്കെ നമ്മൾ കാണുന്നതാണ്. അപ്പോ അതിനെ ഇതുപോലെ ഉള്ള രീതിയിൽ വ്യാഖ്യാനിക്കുക എന്നുള്ളത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു പരിപാടിയാണ്. ഞാൻ കരുതിയില്ല അനുമോൾ ഈ രീതിയിൽ റിയാക്ട് ചെയ്യുമെന്ന്. നല്ല രീതിയിൽ തിരിച്ച് പറയാതെ പറഞ്ഞുകൊണ്ട് തന്നെ തന്തയ്ക്ക് വിളിച്ചിരിക്കുകയാണ് അനുമോൾ. എന്തായാലും കൊള്ളാം അനുമോളെ, ഹാറ്റ്സ് ഓഫ്. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോ ഇതിനെതിരെ അനുമോളെ കമന്റ്സിനെതിരെ പ്രതികരിച്ചുകൊണ്ട് ഈ വീഡിയോ ഇട്ടവനും അവന്റെ വൈഫും കൂടെ വന്നിട്ടുണ്ട്. സോ അവര് രണ്ടും കൂടെ ചേർന്നിട്ട് ഒരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. സോ ആ വീഡിയോ ജസ്റ്റ് നമുക്കിവിടെ കണ്ടുകൊണ്ടൊന്ന് റിയാക്ട് ചെയ്യാൻ കേട്ടോ. ഹലോ എവ്രി വൺ. അപ്പൊ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഹിമാലയൻ ബ്ലണ്ടർ വേഴ്സസ് ഈ ഒരു അനുമോൾ ഇഷ്യൂ, ഈ ഒരു വീഡിയോയോട് കൂടിയെങ്കിലും നമ്മുടെ ക്ലാരിഫിക്കേഷൻ പറച്ചിലും നിൽക്കും എന്ന് വിചാരിക്കുന്നു. കാരണം ഈ ഒരു വീഡിയോയിൽ കംപ്ലീറ്റ് കാര്യങ്ങൾ, ഒരു 3-4 ഷോർട്സിൽ എന്തൊക്കെയാണോ ഇൻക്ലൂഡ് ആയത്, അല്ലെങ്കിൽ എന്തൊക്കെ കമന്റ്സ് ആണോ വന്നത്, അതിനൊക്കെയുള്ള ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. അതെ, ഒരുപാട് പേര് കമന്റിലൂടെ ചോദിച്ചായിരുന്നു എന്താണ് പ്രശ്നം, എങ്ങനെയാണ് അനുമോൾ മറുപടി പറയാൻ ഒരു കാരണം ഉണ്ടായതെന്നൊക്കെയുള്ള ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ കാരണം കണ്ടുപിടിച്ച് നിങ്ങൾ റീച്ചിന് വേണ്ടി വീഡിയോസ് ചെയ്യല്ലേ എന്നൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെല്ലാത്തിനും കൂടി ഒരു മറുപടി ആയിട്ടാണ് നിങ്ങൾ വരുന്നത്. സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു ഞങ്ങൾ ഒരു വീഡിയോ ഇട്ടിരുന്നു, അനുമോളുടെ വിവാഹ ഫോട്ടോ. അതിനകത്ത് അവളുടെ അച്ഛൻ ഇങ്ങനെ കാലുമേ കാൽ വെച്ച് ഫ്രണ്ടിൽ നടുക്കിരിക്കുന്ന ഒരു ഫോട്ടോ, അതിന്റെ പുറകിലെല്ലാം ഫാമിലി മെമ്പേഴ്സ് ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു ഫോട്ടോ കണ്ടപ്പോ തോന്നിയ ഒരു പാട്രിയാർക്കൽ സിമ്പിൾ ആണല്ലോ എന്ന് തോന്നിയ ഒരു കാര്യം അത് ഷെയർ ചെയ്യുകയുണ്ടായി. പക്ഷെ അത് ഷെയർ ചെയ്തപ്പോൾ പിന്നീട് സംഭവിച്ചതെന്ന് പറഞ്ഞാല് ഇൻസ്റ്റയുടെ കമന്റ് ബോക്സ് ഫ്ലഡ് ചെയ്യാണ്, നെഗറ്റീവ് കമന്റ്സും ഉണ്ട് കേട്ടോ. അപ്പൊ അത് ആദ്യമായിട്ടല്ല നമുക്ക് നെഗറ്റീവ് കമന്റ്സ് കൊണ്ട് അങ്ങനെ ഫ്ലഡ് വരുന്നത്, നമ്മൾ ശ്രദ്ധിച്ചില്ല. അപ്പൊ ഒരുപാട് കമന്റ്സ് വരുന്നു, ഒരുപാട് തെറികൾ വരുന്നു, ഒരേപോലത്തെ ഒരുപാട് കമന്റ്സ് വരുന്നു. എന്താണിതെന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. പല അക്കൗണ്ടുകൾക്കും പേര് പോലും ഇല്ലാത്ത അക്കൗണ്ടുകളിൽ നിന്നാണ് ഈ മെസ്സേജസ് വരുന്നത്. അതിനുശേഷം അനുമോൾ വരുന്നു, അനുമോൾ അതിനകത്തൊരു കമന്റ് ഇടുകയുണ്ടായി. അപ്പൊ നമ്മളും അനുമോളും അതിനെ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് എടുത്തത്. കാരണം ഇതിപ്പോ അനുമോളുടെ ലൈഫിനെതിരെയുള്ള വിമർശനമൊന്നും അല്ല, ജസ്റ്റ് ആ ഫോട്ടോയിൽ കണ്ട ഒരു പാട്രിയാർക്കൽ സിമ്പിളിനെ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. നമ്മൾ വിചാരിച്ചു അത് കഴിഞ്ഞു അവിടെ എന്ന് വിചാരിച്ചു. പക്ഷെ പിറ്റേ ദിവസം വീണ്ടും അനുമോൾ വെള്ളിയാഴ്ച ആയപ്പോൾ ഒരു മെസ്സേജ് അയക്കുകയുണ്ടായി. ആ മെസ്സേജിന് ഏതാനും കുറച്ച് സമയങ്ങൾക്ക് ശേഷം ഇൻസ്റ്റഗ്രാം ഹാക്കായി. അതെ, അപ്പോ സീക്വൻസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് വീഡിയോ ഒരു ദിവസം വൈകുന്നേരം പോസ്റ്റ് ചെയ്യുന്നു. അതിന് അനുമോൾ അന്ന് വൈകിട്ട് തന്നെ കമന്റ് ചെയ്യുന്നു. രാവിലെ ആയപ്പോൾ അനുമോൾ മെസ്സേജ് ചെയ്യുന്നു. അപ്പം അതായത് അനുമോളും അത് വിട്ടിട്ടില്ല, സംഭവം വിട്ടിട്ടില്ല. അനുമോൾ അതിനെ ഫോളോ അപ്പ് ചെയ്ത് തന്നെ ഇരിക്കുകയായിരുന്നു. അപ്പൊ രാവിലെ ആയപ്പോഴത്തേനും മെസ്സേജ് അയക്കുന്നു. മെസ്സേജിന് ശേഷം ഒരു 3-4 മണിക്കൂറിന് ശേഷം ഞാനൊരു റിപ്ലൈ കൊടുക്കുന്നു. റിപ്ലൈ കൊടുത്ത ഏകദേശം ഒരു 3/4 മണിക്കൂറിന് ശേഷം എന്റെ അക്കൗണ്ട് ഹാക്കായി. അപ്പൊ അനുമോളാണ് ഹാക്ക് ചെയ്തതെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇതാണ് അതിന്റെ ഒരു സ്റ്റെപ്സ് ഉണ്ടായിരുന്നത്. അപ്പൊ ഹാക്ക് ചെയ്തതിനു ശേഷം നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നുണ്ടായിരുന്നില്ല. പെട്ടെന്ന് പാനിക് ആയി പോയി. കാരണം അത്രയും വലിയ ഒരു സെലിബ്രിറ്റിയെ നമ്മൾ ഇനിയും പറഞ്ഞിട്ടാണോ നമുക്ക് ഇങ്ങനൊരു ഇത് വന്നത് എന്നൊക്കെയുള്ള പെട്ടെന്ന് നമുക്ക് ഡാർക്ക് അടിച്ചു എന്ന് പറയുന്നില്ല, പെട്ടെന്നൊരു ഡാർക്ക് ആയി പോയി.
അനുമോളാണോ ഇത് ചെയ്തത്, അനുമോളുടെ PR ടീം ആണോ ഇത് ചെയ്തതെന്നൊക്കെയുള്ള പെട്ടെന്ന് നമുക്ക് ചിന്തിച്ചിട്ട്, കാരണം ഞങ്ങൾ രണ്ടുപേരും 2 ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ വീട്ടിലുള്ളപ്പോൾ മിക്കപ്പോഴും പുള്ളിക്കാരി വർക്കിങ്ങിലായിരിക്കും, അല്ലെ പുള്ളിക്കാരി വീട്ടിൽ വന്നു കഴിയുമ്പോൾ ഞാൻ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിലേക്ക് എത്തത്തുള്ളൂ. അപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് എന്റെ പൊന്നു ബ്രോ, ശരിക്കും നിങ്ങൾ കാണിച്ചത് ഭയങ്കര മണ്ടത്തരായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, ശരിക്കും റിയാക്ട് ചെയ്യാൻ വേറെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ശരിക്കും അനുമോളെ പറ്റി വേണമെങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യാം. പക്ഷെ ഇപ്പം നോർമലി അവരുടെ അച്ഛൻ ഈ സോഷ്യൽ മീഡിയയിലോ കാര്യങ്ങളിലോ ഒന്നും നിറഞ്ഞു നിൽക്കാത്തൊരു വ്യക്തിയാണ്. സോ പുള്ളിക്കാരനെ വെച്ചിട്ട് പുള്ളിക്കാരൻ ഇതുപോലെ റിയാക്ട് ചെയ്യുന്ന സമയത്ത് പുള്ളിക്കാരൻ അത് ആർക്കായാലും ഒരു ഈഗോ അടിക്കും ബ്രോ. ശരിക്കും ഓക്കെ, ഞാൻ ഇതുപോലെ വീഡിയോസ് ചെയ്യുന്ന വ്യക്തിയാണ്, പക്ഷെ എന്റെ അച്ഛനെ ഇതുപോലെ മീഡിയയ്ക്ക് മുന്നിൽ ഞാൻ ഇതുവരെ കൊണ്ടുവന്നിട്ടില്ല. പക്ഷെ അച്ഛനെ പറയുന്ന സമയത്ത് ഏത് മക്കൾക്കും ജസ്റ്റ് ഒന്ന് കൊള്ളും. സോ അവര് ചിലപ്പോൾ അനുമോളുടെ PR ടീം തന്നെ ആയിരിക്കാം ബ്രോന്റെ അക്കൗണ്ട് ചിലപ്പോൾ എടുത്ത് കളഞ്ഞത്. മേ ബി അതിനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. ഇതിനു മുമ്പ് ഇതുപോലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പോഴാണ് ഇതുപോലെ ഒരു ഇഷ്യൂ വരുന്നതെന്നുണ്ടെങ്കിലും ചിലപ്പോൾ അവര് തന്നെ ആയിരിക്കാം. ഇൻസ്റ്റാഗ്രാം ചിലപ്പോൾ റിപ്പോർട്ട് എടുപ്പിച്ച് പൂട്ടിപ്പിച്ചതോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ചെയ്തതായിരിക്കാം. ഓക്കെ, അപ്പോ കാലുമേ കാലും കയറ്റി വെച്ചിരിക്കുന്നതൊക്കെ ശരിക്കും ഇത്രയും വലിയൊരു ഹൈപ്പ് കൊടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല. അതൊക്കെ ശരിക്കും പറഞ്ഞാൽ റിയാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ നമ്മുടെ കേരളത്തിൽ തന്നെ റിയാക്ട് ചെയ്യുന്ന വമ്പൻ ടീമുകൾ ഒരുപാട് പേരുണ്ട്. അവരതൊക്കെ കണ്ടിട്ട് എപ്പോഴേ റിയാക്ട് ചെയ്യേണ്ട സമയം കഴിഞ്ഞിരിക്കും. പക്ഷെ നിങ്ങളിപ്പോ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്തപ്പോൾ, അത് കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ശരിക്കും ആർക്കായാലും ശരിക്കും പറഞ്ഞാൽ അത് കൊള്ളും. ഓക്കെ, അത് മക്കൾമാരാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട. അവരെ പുള്ളിക്കാരി തന്നെ ഓരോരോ വീഡിയോയിലും എടുത്തെടുത്ത് പറയുന്ന ഒരു കാര്യമാണ് അച്ഛനെ പറ്റി. അച്ഛൻ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ഒരു രീതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോ പക്ഷേ അച്ഛനെ അനുമോള് ജോലിക്ക് പോലും വിടാതെ സ്വന്തമായിട്ട് വരുമാനമൊക്കെ ആയപ്പോഴത്തേക്കും അച്ഛനെ വീട്ടിലിരുത്തിയാണ് ശരിക്കും പറഞ്ഞാൽ അനുമോള് ചെയ്തത്. അതായത് എല്ലാ മക്കളും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ഇത്രയും നാള് കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് വളർത്തി വലുതാക്കി നമ്മളെ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ ഇനി നമ്മുടെ രക്ഷിതാക്കളെ നമുക്ക് ഒരു റെസ്റ്റ് കൊടുക്കണം. ഓക്കെ, അവരിനി കുറച്ച് നാൾ അവരൊന്ന് സുഖിക്കട്ടെ എന്നുള്ള രീതിയിൽ എല്ലാ മക്കളുമാരും ചിന്തിക്കുന്ന കാര്യമാണ്. അതേ ഇവിടെ അനുമോളും ചിന്തിച്ചോളൂ. സോ അതിന്റെയൊക്കെ രീതിയിലായിരിക്കാം അച്ഛനിപ്പോ ഒരു എല്ലാത്തിൽ നിന്ന് റിട്ടയർഡ് ആയി ഇനി വീട്ടിലൊരു പ്രമാണിയായിട്ട് ഇരിക്കട്ടെ എന്നുള്ള രീതിയിൽ കാലുമേ കാലൊക്കെ കയറ്റി വെച്ചിരുന്നത്. പക്ഷെ അത് നിങ്ങളെ പോലുള്ള ഇത്രയും വിജയകാരനായിട്ടുള്ള നിങ്ങളെ പോലുള്ള ഒരു വ്യക്തി വന്നിട്ട് ആ രീതിയിൽ അതിനെപ്പറ്റി വ്യാഖ്യാനിക്കുമ്പോൾ അത് ഏത് മക്കൾക്കായാലും കൊള്ളും. സോ മേ ബി അനുമോളുടെ PR ടീം തന്നെ ആയിരിക്കാം നിങ്ങളുടെ അക്കൗണ്ട് ചിലപ്പോൾ തൂക്കിയതും. അതിനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. ഓക്കെ, എന്തായാലും നമുക്ക് ബാക്കി കാണാം. എനിക്കായി പോയി. അത് കാരണം തന്നെ ഒരുപാട് വീഡിയോസിലോട്ട് എനിക്ക് വരേണ്ടി വന്നു. കാരണം എനിക്ക് പറയാനുള്ളത് പറയണമല്ലോ. അപ്പൊ അങ്ങനെ വീഡിയോസ് ഇടുന്നതാണ്, അല്ലാണ്ട് അതൊരിക്കലും റീച്ച് എത്താനോ നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ടോ അല്ല. പിന്നെ അതിന്റെ സെക്കൻഡ് തിങ് എന്ന് പറഞ്ഞാൽ കുറെ മണിക്കൂറുകളത്തേക്ക് നമ്മൾ ആ ദിവസം അനങ്ങിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പിറ്റേന്ന് ഉച്ചയ്ക്കാണ് ശരി ഒരു റിയാക്ഷൻ വീഡിയോ ഇടാം എന്നുള്ള രീതിയിൽ പിന്നെ ഇട്ടത്. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്കായി. അപ്പൊ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഹാക്കായി എന്ന് പറയുമ്പോൾ അതിന്റെ അണ്ടറിൽ ഒരുപാട് കമന്റ്സിന്റെ ഫ്ലഡിങ് ഉണ്ടായി. അപ്പൊ ഇന്നലെ ഒരു വീഡിയോ ഭയങ്കരമായിട്ട് വീണ്ടും പോയിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറയുന്നത് എന്താണ്, നമ്മുടെ ജോലിയെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുമാണ്. അപ്പൊ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു അനുമോളുമായിട്ട് ബന്ധപ്പെട്ട ഈ വിവാദത്തിൽ എന്തിനാണ് നമ്മൾ ഈ കാര്യം പറഞ്ഞതെന്ന്. കാരണം ഈ ഇൻസ്റ്റാഗ്രാം ഹാക്കായെന്ന് പറഞ്ഞിട്ട് ഇടുമ്പോഴത്തേക്കും ആൾക്കാർ വന്ന് അതിനകത്ത് കമന്റ് ഇടും. അത് അനുമോളുടെ ഉൾപ്പെടെയുള്ള അതെ, നന്നായി പോയി എന്നൊക്കെയുള്ള രീതിയിൽ നിനക്ക് ഇത് തന്നെ വേണം. അത് ഒരിക്കലും ഒരാൾക്കൊരു ദുർഗതി വരുന്നത് നല്ലതാണെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. ഇപ്പൊ ആരുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെടുന്നത് നല്ല കാര്യമല്ല. കാരണം നമ്മുടെ ഡേറ്റാസ് ഉണ്ട്, പേഴ്സണൽ ഇൻഫർമേഷൻ ഉണ്ട്, ഇമെയിൽ അഡ്രസ് ഉണ്ട്, മൊബൈൽ നമ്പർ ഉണ്ട്. അപ്പൊ കുറെ കാര്യങ്ങൾ അതിനകത്തുണ്ട്. ഒരു ഹാക്കിംഗ് നടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ കാര്യമല്ല. നമ്മുടെ ഒരു പേഴ്സണൽ ഒരു പ്രൈവസി മോഷണം നടക്കുന്നു. അത് തന്നെ ഒരു വീട്ടിൽ ഒരാൾ മോഷണം ചെയ്താൽ നമ്മുടെ ശത്രുവിന്റെ വീട്ടിലൊരു മോഷണം നടന്നു കഴിഞ്ഞാൽ അതൊരിക്കലും നല്ലതാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ആളിനോടുള്ള ദേഷ്യം കൊണ്ട് അത് നല്ലതായി പോയി എന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതേപോലെ ഒരു കാര്യമാണ് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്. ഇപ്പൊ സ്റ്റിൽ നമുക്ക് ഈ അക്കൗണ്ട് റിവൈവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, റിക്കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്നു നാളെ എന്തെങ്കിലും സംഭവിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പറയുന്ന നമ്മൾ സൈബർ ക്രൈമിലും അതുപോലെ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്തിട്ടുണ്ട്. നാളെ ഒരു റിസൾട്ട് ഉണ്ടാവുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇന്നലത്തെ ആ വീഡിയോ ഇപ്പൊ ഞങ്ങളുടെ ജോലിയെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും ഒക്കെ ഞങ്ങൾ മെൻഷൻ ചെയ്തിട്ട വീഡിയോയുടെ കാരണം അനുമോൾ ഉൾപ്പെടെ ഉള്ളവർ വന്ന് പറഞ്ഞത് ജോലിക്ക് പോകൂളേ, അല്ലെങ്കിൽ ജോലിക്ക് പോകൂ, നിനക്ക് വേറെ പണിയൊന്നുമില്ലേ, പണിയെടുത്ത് ജീവിക്കൂ, വീഡിയോ മേക്ക് ചെയ്ത് ജീവിക്കാതെ എന്നുള്ളതാണ്. അത് എന്തുകൊണ്ട് ആ വീഡിയോ ഇട്ടെന്ന് പറഞ്ഞാൽ വീഡിയോ മേക്ക് ചെയ്തല്ല നമ്മൾ മണി അല്ലെങ്കിൽ ഇതിനകത്ത് മോണിറ്റൈസ് ആയ ചാനലാണ്. ബട്ട് സ്റ്റിൽ നമ്മൾ ഇതിനകത്ത് നിന്നുള്ള ഒരു
മോണിറ്ററി ബെനിഫിറ്റ് കൊണ്ടല്ല നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് നമ്മൾ ഇന്നലത്തെ ആ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. നമ്മളിപ്പോ എന്തെങ്കിലും കാര്യങ്ങൾ വന്ന് പറയുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സ്ട്രോങ് ആയിട്ട് പാട്രിയാർക്കിക്ക് അഗൻസ്റ്റ് ആയിട്ട്, ടോക്സിസിറ്റിക്ക്, മസ്കുലൈനിറ്റിക്ക് അഗൻസ്റ്റ് ആയിട്ട്, അതുപോലെ നന്നായി ഫെമിനിസത്തെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഡിങ്ക് കൾച്ചറിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവരാണെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് ഓൾറെഡി അറിയാമായിരിക്കും. അപ്പൊ അതിനെ ഊന്നി പറയുക, കുറച്ച് പേർക്കെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് അല്ലെ, നമുക്ക് സമൂഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും എന്നുള്ള കുറെ പേര് പറയുന്നുണ്ടായിരുന്നു പണ്ട് ലക്ഷ്മിപ്രിയയെ കുറെ കളിയാക്കി, അതിന് ലക്ഷ്മിപ്രിയ അങ്ങനെ ആക്കി വിട്ടു, ലക്ഷ്മിപ്രിയ അതിനെതിരെ പ്രതികരിച്ച് വിട്ട ടീമാണെന്നൊക്കെ. അത് അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് തന്നെ, ലക്ഷ്മിപ്രിയ ബിഗ് ബോസിലൂടെ കാണിച്ചതെന്ന് പറഞ്ഞാല് ഭയങ്കര ഒരു പുരാതനമായിട്ടുള്ള ഒരു കുലസ്ത്രീ തരം അല്ലെങ്കിൽ പാട്രിയാർക്കിയെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് രീതികളൊക്കെ ഉണ്ടായിരുന്നു. അതിനെതിരെയാണ് ഞങ്ങൾ അന്ന് ആക്ട് ചെയ്തിട്ട്. അപ്പൊ ആക്ട് ചെയ്തിട്ട് വെറുതെ ഒരു ഫണ്ണായിരുന്നു. ഫണ്ണല്ല, ചില ആൾക്കാർ പറയുന്നു ലക്ഷ്മിപ്രിയ സ്പൂഫ് കണ്ടിട്ടാണ് നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്തത്, ഇപ്പോ അനുമോളുടെ കാര്യം കാണുമ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്യുന്നു എന്ന് പറയുന്നു. പക്ഷെ അതിലൊരു വൈരുദ്ധ്യം ഉള്ളതെന്ന് വെച്ചാൽ ലക്ഷ്മിപ്രിയയും നമ്മൾ സ്പൂഫിലൂടെ ഉദ്ദേശിച്ചത് തന്നെയാണ്. അവര് പറയുന്ന ടോക്സിസിറ്റിയെ, അവരുടെ മൈൻഡിലെ വൈകല്യമുള്ള ചിന്താഗതിയാണ് നമ്മൾ കുറച്ച് ഫൺ ചെയ്ത് കാണിച്ചത്. ഫണ്ണിലുപരി അവരുടെ ആ മാനസികാവസ്ഥയെ ഞങ്ങൾ എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ആ ഫണ്ണിന്റെ ഇൻസൈഡ് ഉള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുള്ളതാണ് അതിന്റെ കാര്യം. നമ്മൾ ഇങ്ങനെ പറയുമ്പോൾ, റോ ആയിട്ട് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഫണ്ണിനകത്തുനിന്ന് ഫൺ മാത്രമല്ലായിരുന്നു. ഈ ഹിമാലയൻ ബ്ലണ്ടർ എന്ന് സ്റ്റാർട്ട് ചെയ്തോ അന്ന് തൊട്ട് നമ്മളെ ടാർഗറ്റ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ് ഉണ്ട്. നമ്മൾ സോഷ്യലി റിലവന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ മുന്നിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അതാണ് ലക്ഷ്മിപ്രിയയിലൂടെ ശരിക്കും. ഈ ജയ ജയ ഹേ എന്ന് പറയുന്ന സിനിമ കണ്ടിട്ട് ഒരുപാട് പേര് അതിനകത്ത് ഇടിസീൻ കണ്ടിട്ട് ഫണ്ണായിട്ട് കണ്ട് ചിരിക്കുന്നവരുണ്ട്. ചിലർക്ക് മാത്രമേ, അല്ലെങ്കിൽ വേറൊരു ഭാഗത്തിന് മാത്രമേ മനസ്സിലാകത്തുള്ളൂ അതിലൂടെ പെട്രിയാർക്കിക്കെതിരെയുള്ള ഒരു ഫൈറ്റ് ആണെന്ന്. നമ്മുടെ വീടുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് വീട്ടിലിരുന്ന് ടി വിക്കകത്ത് സിനിമ ഓടുമ്പം അത് ഫണ്ണായിട്ട് കണ്ട് ചിരിച്ചു കളയാണ്. അതിനകത്ത് ഫൺ ചിരിയല്ല, അത് പെട്രിയാർക്കിക്കെതിരെയുള്ള ഒരു മൂവിയാണ് എന്ന് പറയുന്ന പോലെ തന്നെയാണ് ലക്ഷ്മിപ്രിയയുടെ സിറ്റുവേഷൻ വന്നപ്പോഴും. ഇപ്പൊ അനുമോൾക്കെതിരെ വന്നത് ഞങ്ങൾ എന്താ ഒരു ക്ലാരിഫൈ ചെയ്യണമെന്നുണ്ട്. അനുമോൾക്കെതിരെ വന്ന് എന്തുകൊണ്ട്, ഇനിയിപ്പോ നമ്മൾ ഒന്നും കൂടി വൃത്തിക്ക് പറയാം, എന്തുകൊണ്ടാണ് ആ ഫോട്ടോയ്ക്ക് ഇത്ര ഒരു പ്രശ്നം? ആ ഫോട്ടോ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. കല്യാണം എന്താണ് അനുമോളുടെ ആയിരുന്നു, അല്ലെങ്കിൽ അവിടെ നമ്മൾ പ്രൊജക്റ്റ് ആയി നിൽക്കേണ്ടത് അനുമോളും ഹസ്ബൻഡും ആണെന്നിരിക്കെ അത് ഫോട്ടോഗ്രാഫറിന്റെ പോസ് ആയിരിക്കാം. ഫോട്ടോഗ്രാഫർ നമുക്ക് വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനായിരുന്നു ആ ഫോട്ടോഗ്രാഫർ, എന്റെ പോസാണ്, നിനക്ക് എന്ത് വേണമെന്നുള്ള. ആ ഫോട്ടോഗ്രാഫറോടാണ് പറയാനുള്ളത്, നിങ്ങളാണ് ഇതിനെല്ലാം ഒന്നാമത് കാരണം എന്ന് പറയേണ്ടി വരും. കാരണം നിങ്ങൾ അവിടെ പ്രൊജക്ട് ചെയ്യാൻ ശ്രമിച്ചത് ആ വർഷങ്ങളായിട്ട്, നൂറ്റാണ്ടുകളായിട്ട്, സഹസ്രങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പാട്രിയാർക്കെ. എന്റെ പൊന്നു പെങ്ങളെ, അവര് ചിലപ്പോ ഇതൊന്നും ഉദ്ദേശിച്ചു പോലും കാണത്തില്ല. അവര് ചിലപ്പോ വേറെ ഏതെങ്കിലും ഒരു ഫോട്ടോ കണ്ടിട്ടോ, ഈ സംഭവം കൊള്ളാം, ഈ ഒരു പോസ് കൊള്ളാം, ഇതിലെടുത്ത് അടിപൊളിയായിരിക്കും എന്നുള്ള രീതിയിൽ പുള്ളിക്കാരൻ ഒരു സജഷൻ വെക്കുകയും അവരതുപോലെ ഇരുന്ന് ഫോട്ടോ എടുക്കുകയും ചെയ്തായിരിക്കാം. അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഈ ഒരു രീതിയിൽ വലിയ രീതിയിൽ അവര് ചിന്തിച്ചോ, ഒരു രീതിയിൽ പോലും ചിന്തിച്ചു പോലും കാണാനുള്ള സാധ്യതയില്ല. പിന്നെ ഇവരുടെ അക്കൗണ്ട് അനുമോൾ ഹാക്ക് ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അനുമോൾ കാണിച്ചൊരു വൃത്തികെട്ട പരിപാടി തന്നെയാണെന്ന് നമുക്ക് പറയാൻ പറ്റും കേട്ടോ. ശരിക്കും ഇതുപോലുള്ള ഇഷ്യൂസ് ഒക്കെ വരുന്ന സമയത്ത് ഈ അക്കൗണ്ട് ഹാക്കിങ്ങും അതും ഇതൊക്കെ വെറും തേർഡ് റേറ്റ് പരിപാടികളാണ്. ഓക്കെ, നമ്മള് താമസിക്കുന്നത് ഇന്ത്യയിലാണ്. ഇന്ത്യയിൽ എന്ന മഹാരാജ്യത്ത് ശരിക്കും നമുക്ക് ഓരോ മൗലികാവകാശങ്ങളുണ്ട്, നമുക്ക് നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. ഇതൊക്കെ നമുക്ക് പറയാനുള്ള അവകാശവും അധികാരവും ഒക്കെ ഇന്ത്യയിലുണ്ട്. സോ ഓരോരുത്തർ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തിരിച്ച് റിയാക്ട് ചെയ്യാനുള്ള അവകാശവും അധികാരവും ഒക്കെ നമ്മുടെ ഈ രാജ്യത്തുണ്ട്. പക്ഷെ അതിന്റെ പേരിൽ ഇതുപോലെ അവരുടെ ഒരു പേഴ്സണൽ അക്കൗണ്ട് എടുത്ത് ഹാക്ക് ചെയ്ത് കളയുക, അത് അനുമോൾ ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. ശരിക്കും ഇവര് ശരിക്കും ഇവരുടെ റീച്ചിന് വേണ്ടിയിട്ട് ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ഇടുന്നു. അനുമോൾ ശരിക്കും അനുമോൾ അങ്ങ് അത്ര വെടിപ്പാണോ? ശരിക്കും അല്ലല്ലോ. അനുമോൾ വിവാഹത്തിന് ശേഷം എന്തോരം പാർട്ട് ബൈ പാർട്ടായിട്ടാണ് ഓരോരോ വീഡിയോസ് എടുത്തിട്ട് റീച്ച് ഉണ്ടാക്കി പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിനൊന്നും ഇവിടെ ആർക്കും കുഴപ്പമില്ല. ഓക്കെ, ഇപ്പൊ അതിലൊരു ക്ലിപ്പ് എടുത്തിട്ട് ഇവര് റിയാക്ട് ചെയ്തു. ആ റിയാക്ട് ചെയ്തത് ഇവര് ചെയ്തത് മോശമാണ്. കാരണം വീട്ടിലിരിക്കുന്ന ഒരാളെ ഒരിക്കലും പറയാൻ പാടില്ല. വേണമെങ്കിൽ അനുമോളെ പറയാം. അനുമോളാണ് എപ്പോഴും ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തി. അനുമോളാണ് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നത്. സോ അനുമോളെ നമുക്ക് റിയാക്ട് ചെയ്യാം. പക്ഷെ വീട്ടിലിരിക്കുന്ന അച്ഛനെ റിയാക്ട് ചെയ്തതിനോട് ഞാൻ യോജിക്കുന്നില്ല. പക്ഷേ അക്കൗണ്ട് ഹാക്ക് ചെയ്തത് അനുമോൾ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നല്ല മോശമായിട്ടുള്ള രീതി തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, ബാക്കി കാണാം. നിങ്ങൾ ഊന്നി ഉറപ്പിക്കുകയാണ് ചെയ്തത്. അത് വെറും ഒരു അച്ഛൻ സ്നേഹമോ ഒരു അച്ഛൻ സെന്റിമെന്റ്സോ ഒന്നും അല്ല നമുക്ക് അവിടെ കാണാൻ പറ്റിയത്. ഒരു സെലിബ്രിറ്റിയുടെ ഫോട്ടോ എന്ന് പറയുമ്പോൾ അത് വൈറലാവും, മില്യൺസ് ഓഫ് ആൾക്കാർ കാണും, ഇൻഫ്ലുവൻസ് ആകും. നിങ്ങൾ സാധാ ഒരു ഫാമിലി പോയി ഫോട്ടോ എടുത്ത് അവരുടെ ആൽബത്തിൽ സൂക്ഷിക്കുന്ന പോലല്ല. ഇത് ലക്ഷക്കണക്കിന് ആൾക്കാർ നാളെ ചിലപ്പോൾ ബാക്കിയുള്ളവരുടെ വീടുകളിലെല്ലാം ഇതുപോലെ ഒരു പോസ്റ്റ് വന്നെന്നിരിക്കും.
അതെ. അന്നേരം അമ്മ എവിടെ? അപ്പൊ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് തന്നെ അച്ഛനെതിരെ അല്ല, ഞങ്ങൾ അച്ഛൻ ഇല്ലാത്തവരോ ഞങ്ങൾ അച്ഛനെ സ്നേഹമില്ലാത്തവരോ ഒന്നുമല്ല. ഞങ്ങള് അച്ഛനെ അമ്മയും ഒരുപോലെ സ്നേഹിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ എല്ലാത്തിനും ഉപരി എല്ലാവരും വ്യക്തികളായിട്ട് അവരുടെ സെൽഫ് റെസ്പെക്റ്റിനെ മാനിച്ചുകൊണ്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പം അച്ഛന് കൂടുതൽ ഊന്നൽ എന്ന ആ ഒരു സംഭവത്തോടാണ് നമുക്ക് എതിർപ്പ്. അച്ഛൻ അമ്മ ഒരുപോലെ തന്നെയാണ്. ആങ്ങള പെങ്ങൾ ഒരുപോലാണ്. അവർക്കിടയിൽ യാതൊരുവിധ വ്യത്യാസവും ഇല്ല. ജെൻഡർ ബേസ് ചെയ്ത് അവരുടെ ഫാമിലിയിലെ പൊസിഷന് വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അതെ. അതേ ഞങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് അനുമോളുടെ കല്യാണ ഫോട്ടോ അനുമോൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇരിക്കുക, അനുമോളുടെ അച്ഛൻ എങ്ങനെ വേണമെങ്കിലും ഇരിക്കുക, അതൊന്നും മാറ്റർ അല്ല ഇവിടെ. ഇവിടെ ഞങ്ങൾ എന്താണ് പറഞ്ഞത്, എന്താണ് കൺവേ ചെയ്യാൻ ശ്രമിച്ചത്? അവിടെ അനുമോളാവട്ടെ, നാളെ അത് മറ്റൊരു സിനിമാ നടിയാവട്ടെ, ആരും ആയിക്കോട്ടെ, ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ്. അല്ലാണ്ട് അനുമോൾക്ക് അഗെയിൻസ്റ്റ് ആയിട്ടോ അനുമോൾക്കെതിരെ ഒന്നും അല്ല. അനുമോളിനോട് പിന്നെ പേഴ്സണലി പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളിന്റെ ബിഗ് ബോസിലെ കാര്യങ്ങളും മറ്റുമൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിനോട് ഞങ്ങൾക്ക് എതിർപ്പായിരുന്നു. പക്ഷെ നമ്മൾ അതിപ്പോ ഡിസ്കസ് ചെയ്യേണ്ട കാര്യവും ഇല്ല. പറയേണ്ട കാര്യമില്ല. അപ്പൊ ഈ അനിമോളുടെ ഫോട്ടോ എന്തുകൊണ്ട് പ്രശ്നമായെന്ന് വെച്ചാൽ ഒരു സെലിബ്രിറ്റി അത് പോസ്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നും കൂടെ ഞാൻ റീഐട്രേറ്റ് ചെയ്യാണ്. അത് എല്ലാവരും എന്ത് ചെയ്യും അതുകൊണ്ട് ഇൻഫ്ലുവൻസ് ആവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ ചിലപ്പോൾ അത് കണ്ട് കളയായിരിക്കും, പക്ഷെ ഇതിനെ ഭയങ്കരമായിട്ട് ആരാധിക്കുന്ന അല്ലെങ്കിൽ അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അങ്ങനെ ശ്രമിക്കുമ്പോൾ വീണ്ടും വീണ്ടും സൊസൈറ്റിയിൽ എന്ത് ആവർത്തിക്കപ്പെടാൻ പാടില്ല, ഈ തെറ്റുകൾ ആവർത്തിക്കപ്പെടാൻ പാടില്ല. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വന്നത്. അത് ഒരു മനുഷ്യർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളത് ഭയങ്കര സന്തോഷമോ സങ്കടകരമായ കാര്യമാണ്. കാരണം ഇത്രയും മനസ്സിലാകാതെ പോയല്ലോ എന്ന് നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടാണ് പറയുന്നത്. അതായത് അനുമോൾക്കെതിരെയുള്ള വീഡിയോയിൽ ഫസ്റ്റ് എന്റെ പൊന്നു പെങ്ങളെ, ശരിക്കും നമ്മുടെ വീട്ടില് നമ്മുടെ ഗൃഹനാഥൻ എന്ന് പറയും. ഓക്കെ, അതായത് ഒരു സമയത്ത് നമ്മളെ വീടിനെ മുന്നോട്ട് കൊണ്ടുപോയിരുന്ന വ്യക്തി. ഓക്കെ, നമ്മുടെ വിവാഹശേഷമൊക്കെ അവര് ശരിക്കും പിന്നെ അങ്ങോട്ട് നമുക്കൊരു കുടുംബമൊക്കെ ആയി കഴിയുമ്പോഴത്തേക്കും, നമുക്കൊരു ജോലി ആക്കുമ്പോഴത്തേക്കും പിന്നെ അവരുടെ ഒരു റെസ്റ്റ് സമയമാണ്. ഓക്കെ, അവര് ഈ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് അവര് ശരിക്കും ഒരുപാട് സന്തോഷിക്കുന്നുണ്ടാവും. സോ ഇതുപോലുള്ള വിവാഹ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അവരെ ഇതുപോലെ നമ്മുടെ ഗൃഹനാഥൻ എന്നാണ് നമ്മൾ പറയുന്നത്. സോ അവരെ ഇതുപോലെ ഫ്രണ്ടിൽ ഒരു കസേര ഇട്ടിട്ട് അവര് കാലുമേ കാലും കയറ്റി വെച്ചിരുന്നു എന്ന് വെച്ചിട്ട് എന്ത് സംഭവിക്കാനാണ്? അവിടെ ഒന്നും സംഭവിക്കാനില്ല. നിങ്ങൾ ശരിക്കും ഏതൊക്കെ രീതിയിലാണ് വളച്ചൊടിക്കുന്നത് എന്നുള്ളതാണ്. അച്ഛനും അമ്മയ്ക്കും തുല്യ പ്രാധാന്യമാണുള്ളത്. ഓക്കെ, തുല്യ പ്രാധാന്യം തന്നെയാണുള്ളത്. പക്ഷെ അച്ഛൻ ഇതുപോലെ ഒന്ന് ഇരുന്നെന്ന് വെച്ചിട്ട് എന്ത് സംഭവിക്കാനാണ്? അത് അവരുടെ കുടുംബ പ്രശ്നമല്ലേ, അവരുടെ ഫാമിലി നടക്കുന്ന ഒരു ആഘോഷമല്ലേ. അവരതുപോലെ കാട്ടിയെന്ന് വെച്ചിട്ട് എന്തിനാണ് വെറുതെ ഇതുപോലെയുള്ള അവരൊന്നും ഇതൊന്നും ശരിക്കും പറഞ്ഞാൽ ചിന്തിച്ചു കൂടി കാണില്ല. മനസ്സിലായോ? ആ ഒരു രീതിയാണ് നിങ്ങൾ ഇതുപോലെ കൊണ്ടുവന്നിട്ടിട്ട് വലിച്ച് കീറി മുറിച്ച് അറുത്തിട്ടിട്ട് അതിനെ വിശകലനം ചെയ്തത്. ഓക്കെ, അതിനെ നിങ്ങൾ വിശകലനം ചെയ്തത് ഭയങ്കര മോശമായിട്ട് തന്നെയാണ്. ഭയങ്കര മോശമായിട്ടുള്ള പരിപാടിയാണ്. ഹിമാലയൻ ബ്ലണ്ടേഴ്സ് അങ്ങനെയാണെന്ന് തോന്നുന്നു ഇവരുടെ ചാനലിൻ്റെയൊക്കെ പേര്. സോ നിങ്ങളോടാണ് പറയാനുള്ളത്, നിങ്ങളിപ്പോൾ കാട്ടിയത് ശരിക്കും മോശമാണ്. നിങ്ങൾ അക്കൗണ്ട് പോയതിൽ ഒരുപാട് വിഷമമുണ്ട്. അത് അനുമോളാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് പക്കാ തെണ്ടിത്തരമാണ്. ഓക്കെ, രണ്ടുപേരുടെ ഭാഗത്തും പ്രശ്നങ്ങളുണ്ട്, നെഗറ്റീവ് ഉണ്ട്. അപ്പോൾ അടുത്ത് ബാക്കി കാണാം. ഞാൻ ആദ്യമായിട്ട് പറഞ്ഞ വീഡിയോയില് ഞാൻ പറഞ്ഞ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. അതായത് വിവരമില്ലായ്മയാണ്, ബുദ്ധിമോശമാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് മാത്രമേ എനിക്ക് അച്ഛനെ ക്രൂവലായിട്ട് എനിക്ക് തോന്നുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഞാൻ ഒരിക്കലും തെറി ഉപയോഗിക്കുക, അനുമോളെ കയറി ഊളെന്ന് വിളിക്കുകയോ അങ്ങനൊന്നും വേറെ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ എന്റെ എക്സ്പ്ലനേഷൻ വീഡിയോയിൽ ഞാൻ എന്റെ കരിയറിനെ പറ്റി സംസാരിക്കുന്നു, എന്റെ വിദ്യാഭ്യാസത്തെ പറ്റി സംസാരിക്കുന്നു. എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. അനുമോളെ പോലെ ഒരു സെലിബ്രിറ്റിയെ പറ്റി കൊട്ടിപ്പാടാൻ വേണ്ടിയിട്ട് കമന്റോളുകൾ ഒരുപാടുണ്ട്. അനുമോള് പഠിച്ചതാണ്, തിരുവനന്തപുരത്ത് ഇന്ന കോളേജിൽ പോയിട്ടുണ്ട്, അത് പോയിട്ടുണ്ട്, ഇത് പോയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ ആൾക്കാരുണ്ട്. പക്ഷെ എന്നെ പറ്റി എന്റെ പേര് പോലും നിങ്ങൾക്കൊന്നും പലർക്കും അറിയത്തില്ല. അപ്പം എന്നെ പറ്റി ഞാൻ തന്നെ പറയണേ, ഞാൻ വിദ്യാഭ്യാസം ഉള്ളതാണ്, പള്ളിക്കൂടത്തിൽ പോയിട്ടുള്ളതാണ്, കോളേജിൽ പോയിട്ടുള്ളതാണ്, ഞാൻ ഇന്നടത്ത് ജോലി ചെയ്ത് വരികയാണ്, ഞാൻ ഇവിടാണ് എവിടാണെന്നൊക്കെ ഞാൻ തന്നെയല്ല, എനിക്ക് വേണ്ടി ഞാനല്ല ഉള്ളു സംസാരിക്കാൻ. അപ്പൊ അതിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലനേഷൻ പറയുന്നത്. അപ്പത്തിനും പറയുന്നത് പൊങ്ങച്ചത്തിന് കൈയും കാലം വെച്ച് ശവം എന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത്. ആയിക്കോട്ടെ, പൊങ്ങച്ചം ആയിക്കോട്ടെ. ഇപ്പൊ നമ്മളെ ബോസ്റ്റ് ചെയ്യണം, വേറെ ആരും വരത്തില്ല, നമ്മൾ തന്നെ ബോസ്റ്റ് ചെയ്യണം. പിന്നെ ഹിമാലയൻ ബ്ലണ്ടർ ഒരിക്കലും സൊസൈറ്റിക്ക് എതിരല്ല, സൊസൈറ്റിക്ക് സപ്പോർട്ടീവ് ആണ്. ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായില്ലെങ്കിൽ എപ്പോഴെങ്കിലും മനസ്സിലാവുമായിരിക്കും, ഒരു കാലത്ത് മനസ്സിലാവും. ഹിമാലയൻ ബ്ലണ്ടർ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഞങ്ങൾ വെറുതെ കുറെ ഷോർട്സ് ഇടുകയോ അല്ലെ വരുന്ന സമകാലിക വിഷയങ്ങളെ പറ്റി വെറുതെ വന്ന് വൈറലാവാൻ വേണ്ടി സംസാരിക്കുകയോ ഒന്നുമല്ല. നമ്മുടെ മനസ്സിൽ തട്ടുന്ന ചില കാര്യങ്ങൾ, ചില തെറ്റുകൾ ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് തോന്നുന്ന, നമുക്ക് ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചോദിക്കും, അപ്പം നിങ്ങൾ ലൈഫ് ചെയ്ത് അപ്ലൈ ചെയ്യുന്നവരാണോ എന്ന്. അതെ,
ഞങ്ങൾ ഇത് ലൈഫിൽ അപ്ലൈ ചെയ്യുന്നവരാണ്. ഞങ്ങളുടെ ഫാമിലീസിൽ ഞങ്ങളുടെ പേരൻസിന്റെ അടുത്തൊക്കെ നമ്മളിത് ഞങ്ങൾ കറക്റ്റ് അപ്ലൈ ചെയ്യാൻ ചെയ്തിട്ടുണ്ട്. പല വഴക്കുകളും അത് കാരണം ഞങ്ങളുടെ വീടുകളിൽ തന്നെ നടക്കാറുണ്ട്, ഞങ്ങളുടെ സിബ്ലിങ്സുമായിട്ടും പേരൻസുമായിട്ടും ഒക്കെ. അപ്പോ ഞങ്ങൾ പ്രാക്ടിക്കലി ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. സോ ഞങ്ങൾക്ക് എന്തോ ഇത് സ്ട്രോങ് ആയിട്ട് ഞങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് ഭയങ്കര എതിർപ്പാണ്. മാത്രമല്ല നല്ല വരുന്ന ജനറേഷനെ ഇപ്പൊ ചില കമന്റ് പറയുന്ന ആളുകൾക്ക് ഇപ്പൊ തോന്നുമായിരിക്കും, അപ്പൊ അച്ഛനെതിരെയാണല്ലേ നിങ്ങളുടെ ആക്ഷൻ, അല്ലെ അച്ഛനെതിരെയാണല്ലേ നിങ്ങൾ പ്രവർത്തിക്കുന്നത്. അല്ല, അച്ഛനെതിരെ മാത്രമല്ല, ഇത് പാട്രിയാർക്കൽ സിസ്റ്റമാണ്. ഒന്നുകൂടെ പറയാണ്, നമ്മുടെ കേരളത്തിൽ ഒരു ഭൂരിഭാഗവും ഫോളോ ചെയ്തു പോകുന്ന ഒരു പാട്രിയാർക്കൽ കൾച്ചറാണ്. അത് നമ്മുടെ അച്ഛനും അമ്മയും ഒരു കുടുംബത്തിൽ സമത്വമായിട്ട് എന്ന് കാര്യങ്ങൾ വരുന്നു അന്ന് ഞങ്ങൾ ഈ വർത്തമാനം നിർത്തും. അപ്പൊ പാട്രിയാർക്കി മാത്രമാണോ സംസാരിക്കുന്നത്? അല്ല, പൊളിറ്റിക്കലി ജെൻഡർ ഇക്വാളിറ്റി വരും, അതിന് മസ്കുലൈനിറ്റി വരുന്നുണ്ട്, ടോക്സിസിറ്റി വരുന്നുണ്ട്. അതുപോലെ നമ്മൾ വേറെ പല വീഡിയോയിലും പറഞ്ഞ പോലെ ചില കൺസെപ്റ്റുകളുണ്ട്. ഇപ്പൊ ഡബിൾ ഇൻകം, നോ കിഡ്സ് പോലത്തെ കുറച്ച് കാര്യങ്ങൾ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ് ഹിമാലയൻ ബ്ലണ്ടർ വഴി. പക്ഷെ അതിനെ നമ്മൾ മുളയിലെ ഇങ്ങനെ വന്നിട്ട് എന്താണ് ഒരു പർട്ടിക്കുലർ പീപ്പിൾ വന്നിട്ട് ഇങ്ങനെ തൂഫാനാക്കാന്ന് പറഞ്ഞാൽ ഞങ്ങൾ കാരണം ഞങ്ങളോട് തന്നെ ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്ന പലരും ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇത്രയും ലിറ്ററസി ഉള്ള സ്റ്റേറ്റ് അല്ലേ, പക്ഷെ നിങ്ങളുടെ പല കാര്യങ്ങളും വരുമ്പം അതിന്റെ ഒരു ഇത് കാണാനില്ലല്ലോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊരിക്കലും നാളെ ഒരു കുട്ടി മറ്റൊരു സിറ്റിയിലേക്ക് പോകുമ്പോഴോ പുറത്തൊരു രാജ്യത്തേക്ക് പോകുമ്പോഴോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ പാടില്ല. നമ്മളെല്ലാം പൊളിറ്റിക്കലി കറക്റ്റ് ആയിട്ട് നമ്മുടെ ലിറ്ററസി അതിനെ ബൂസ്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇനിയും വരുന്ന ജനറേഷനിൽ വരാൻ. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങളുടെ പ്രയത്നം. അത് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ട് എന്ത് കണ്ടാലും ഞങ്ങൾ അതിനെതിരെ സംസാരിക്കും, എത്തിക്കലി റോങ് ആയിട്ട് കണ്ടാലും സംസാരിക്കും. അപ്പൊ അത്രേ ഉള്ളൂ. താങ്ക് യു. ഓക്കെ, ഇവരുടെ ലൈഫിലും ഇപ്പൊ അനുമോളുടെ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിക്കും ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തികളാണെന്നാണ് പറഞ്ഞത്. സോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഓക്കെ, ഇപ്പോൾ ഓരോ ആളുകൾക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ട്. ഇപ്പൊ അനുമോളുടെ ഫാമിലിയും അതുപോലെ ഒരു ഫോട്ടോ എടുത്തത് വടവർ, അത് അവരുടെ താല്പര്യം, അവരുടെ ഇഷ്ടം, അങ്ങനെ കണ്ടാൽ പറയാം. അല്ലാതെ അതിനെ എടുത്തിട്ട് വലിച്ചു കയറി ഇതുപോലുള്ള രീതിയിൽ റിയാക്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെ റിയാക്ട് ചെയ്തതുകൊണ്ടാണല്ലോ നിങ്ങളുടെ അക്കൗണ്ട് മേബി ചിലപ്പോൾ ഇപ്പോൾ പോയതും നിങ്ങളിപ്പോൾ അതിനെ പറ്റിയിരുന്ന് മോങ്ങേണ്ടി വരുന്ന ഒരവസ്ഥ വന്നത്. അപ്പോൾ ഓരോ ആളുകളുടെ ഇഷ്ടങ്ങളെ അതിന്റെ പിന്നാലെ അങ്ങ് വിട്ടേക്കുക. സോ ഇത്രയൊക്കെ ഉള്ളൂ സുഹൃത്തുക്കളെ. ഈ ഒരു ഹിമാലയൻ ബ്ലണ്ടേഴ്സ് എന്ന് പറയുന്ന ചാനലുകാർ ശരിക്കും ചെയ്തതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇവർ ചെയ്ത പ്രവൃത്തി നിങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഈ വീഡിയോയിൽ ഒന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെന്നെങ്കിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കേട്ടോ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.